കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ 2 മാറ്റങ്ങളായിരുന്നു വരുത്തിയത്. അഭിഷേകിന് പകരം സഞ്ജു ഇറങ്ങുന്നു, സിറാജിന് പകരം ബുംറയെ തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ അഭിഷേക് ഇപ്പോഴും പൂർണ്ണ ഫിറ്റായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ടീം ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അപ്പോൾ സഞ്ജു ഇഷാനും തന്നെയായിരിക്കും ഓപ്പണിംഗ്. എന്താണ് MSK തോന്നുന്നത്? തീർച്ചയായിട്ടും അഭിഷേക് പക്ഷേ സുഖം പ്രാപിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. അഭിഷേക് ഈ പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിലേക്ക് എത്തിയേക്കും എന്നുള്ള വാർത്തകളുമുണ്ട്. എങ്കിൽ കൂടിയും സഞ്ജുവിനെ ആ ടീമിൽ ഉൾപ്പെടുത്തുന്ന ഒരു 11 തന്നെയായിരിക്കും ഒരുപക്ഷെ മികച്ച 11 തോന്നുന്നു. കാരണം സഞ്ജു കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം 8 പന്തുകളെ നേരിട്ടിട്ടുള്ളൂ എങ്കിലും അതിൽ 3 സിക്സറുകളും ഒരു ബൗണ്ടറി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ കറക്റ്റായിരുന്നു. തുടക്കത്തിൽ തന്നെ ആക്രമിച്ചുകൊണ്ടുള്ള ആ ഒരു ഇന്നിങ്സ് കൃത്യമായിട്ടും ടീമിന് ഒരുപാട് ഗുണം ചെയ്ത ഇന്നിങ്സ്. കോൺഫിഡൻസ് വന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം സഞ്ജുവിന്റെ മുഖത്തെ കോൺഫിഡൻസ് തെളിച്ചുണ്ടായിരുന്നു. കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റി. ആ വിക്കറ്റ് പോകുന്ന നേരത്തെ ആരും സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സ്ലോ വേരിയേഷൻ 129 എറിഞ്ഞൊരു പന്തിലായിരുന്നു സഞ്ജുവിന് ആ വിക്കറ്റ് പോകുന്നത്. അതും സ്പീഡാണെങ്കിൽ അത് 6 ബൗണ്ടാണ്. കാരണം ലൈനിൽ നിന്നാണ് ആ ക്യാച്ച് വരുന്നത്. കോൺഫിഡൻസ് തിരിച്ച് കിട്ടി എന്നുള്ളതാണ് ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ സഞ്ജുവിനെ ടീമിൽ ഞാൻ ഇന്നത്തെ വാർത്തകൾ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ പിന്നെ അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ അത്ഭുതകരമായിട്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി കണ്ടു എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും മുൻ കളിക്കാർ പലപ്പോഴും സഞ്ജുവിനെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് വരാം. സൗരവ് ഗാംഗുലി, ഇർഫാൻ പത്താൻ, മുഹമ്മദ് കൈഫ്, ഇവരൊക്കെ മുൻ കളിക്കാരൊക്കെ സഞ്ജുവിന് സപ്പോർട്ട് ഗംഭീർ തന്നെ. അതായത് അന്നത്തെ മത്സരത്തിന് ശേഷം അവാർഡ് കൊടുക്കുമ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് അവർ പറയുന്നു നമ്മളെന്താണോ ആഗ്രഹിച്ചത് ആ സാധനം ഇഷാനും സഞ്ജുവും ഡെലിവേർഡ് ചെയ്തു. മാത്രമല്ല കോച്ച് പറയുന്നത് സഞ്ജുവിന്റെ ഓരോ സിക്സർ വീഴുമ്പോഴും ആ സമയത്ത് ക്യാമറ സൂര്യകുമാർ യാദവിന്റെ മുഖത്തുണ്ടായിരുന്നു. ആഘോഷിച്ചിട്ട് നിൽക്കുകയാണ്. മാത്രമല്ല ഈ പ്രസന്റേഷൻ സെറമണിയുടെ സമയത്ത് സഞ്ജു എന്നുള്ള പേര് പറയേണ്ട കാര്യമൊന്നും സൂര്യകുമാറിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ സൂര്യകുമാർ സഞ്ജുവിന്റെ പേര് എടുത്ത് പറയുകയും ചെയ്തു. കാരണം കൃത്യമായിട്ടും അഭിഷേകിന്റെ അഭാവത്തിൽ സഞ്ജു ആ ഒരു കാരണം 200 മുകളിലുള്ള റൺസ് നേടുന്നു. അല്ലെങ്കിൽ പിന്നെ കൃത്യമായൊരു 250ഓളം സ്ട്രൈക്ക് റേറ്റിലാണ് സഞ്ജു ഇന്നിങ്സ് ഒക്കെ കാഴ്ചവെച്ചത്. സഞ്ജുവിന് വേണമെങ്കിൽ കുറച്ച് പന്തുകൾ കൂടി നേരിട്ട് ഒരു 50 ഒക്കെ നേടാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം എല്ലാ പന്തും അടിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ഇന്നിങ്സിൽ പോയത്. അപ്പം സഞ്ജു തീർച്ചയായിട്ടും ഈ ഒരു പ്ലേയിങ് ലെവലിൽ ഉണ്ടാവണം. അറ്റ്ലീസ്റ്റ് ഒരു റിങ്കുവിൻ്റെ സ്ഥാനത്തെങ്കിലും. റിങ്കു ഇപ്പം ഭയങ്കര ഫോം ഔട്ടാണ്. കഴിഞ്ഞ കുറേ മത്സരങ്ങളായി അദ്ദേഹം ഫോം ഔട്ടാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. സഞ്ജു 5ാമത്തെ പൊസിഷനിലും കളിച്ചിട്ടുണ്ട്. അപ്പോൾ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം സഞ്ജു തന്നെ ഓപ്പണിംഗ് ഇറങ്ങുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇഷാൻ സ്വാഭാവികമായിട്ടും 1 ഡൗൺ പൊസിഷനിലേക്ക് മാറുന്നു. അങ്ങനെയുള്ളൊരു 11 ആയിരിക്കണം കുറച്ചുകൂടി ബെറ്റർ. അത് മാത്രമല്ല കുൽദീപ് യാദവ് സ്പിന്നർ എന്ന നിലയ്ക്ക് ഈ പ്രേമദാസ സ്റ്റേഡിയത്തിൽ കുൽദീപിനെ പോലുള്ളൊരു സ്പിന്നർ ഇന്ത്യക്ക് ആവശ്യമുണ്ട്.